വിഴിഞ്ഞം പദ്ധതി അദ്ദേഹമാണ് രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. സംസ്ഥാന ഗവൺമെൻറ് ഒരു പദ്ധതിയാണ് വാസ്തവത്തിൽ അത് ടോട്ടലി. എന്നാലും അദ്ദേഹമാണത് രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ. കാരണം ഇൻ്റർനാഷണലായ വലിയൊരു പ്രൊജക്റ്റാണ്. പണം മുടക്കിയത് കൂടുതൽ നമ്മൾ. അപ്പോൾ അതിന് കുറച്ച് VGF എന്ന് പറയുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തരാം എന്ന് പറഞ്ഞിരുന്നു. അത് തരുന്നത് ഇപ്പോൾ കടമായിട്ടാണ് തരുന്നത്. വലിയ തോതിൽ തിരിച്ചടയ്ക്കുന്നൊരു കടമായിട്ടാണ് തരുന്നത്. ഇതുവരെ ഒറ്റ പ്രൊജക്റ്റിന് VGF എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ വയബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. വയബിലിറ്റി ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ട് അതിനൊരു ഫണ്ടിങ് ആണ്. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എ ടൈപ്പ് ഓഫ് ഗ്രാന്റ് ഫോർ സപ്പോർട്ടിങ് ദി പർട്ടിക്കുലർ പ്രോജക്റ്റ്. അത് തന്നില്ലായിരുന്നു. അപ്പോൾ അത് അനൗൺസ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അതിന് കുറച്ച് ഗ്രാന്റ് അനൗൺസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഉറപ്പായിട്ട് വിചാരിച്ചു വയനാടിനുള്ള ഒരു പാക്കേജ് അത്രയെങ്കിലും താമസിച്ചിട്ടാണെങ്കിലും പറയും. ഇതൊന്നും പറഞ്ഞില്ല. ഇതൊക്കെ പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാലും അത് നോക്കിയിട്ട് അത് കഴിഞ്ഞ് ചെയ്യാനിരുന്നാൽ പറ്റില്ല. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിക്കുമെന്ന് വിശ്വസിച്ച അപൂർവം ആളുകളേ ഉള്ളൂ. ഈ 4 വർഷം കൊണ്ടാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചർ നടന്നത്, ഇത്രയും ഫാസ്റ്റായിട്ട് വന്നത്. അല്ല, കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും അഭിമാന സ്തംഭമായി മാറി വിഴിഞ്ഞം പദ്ധതി. കേരളത്തെ സംബന്ധിച്ച് ദേശീയ തലത്തിലും അതിന്റെ ഭാവി കേരളത്തിനെ അടയാളപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട സിംബലുകളിലൊന്ന്, ഗ്രോത്ത് എഞ്ചിനുകളിലൊന്ന് വിഴിഞ്ഞമാണ്. ഈ വിഴിഞ്ഞം ഈ പദ്ധതി യാഥാർത്ഥ്യമായതോടെ അതിൽ നിന്നൊരു വരുമാനം ഗവൺമെന്റിന് കിട്ടുമല്ലോ. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ നിന്ന് വരുമാനം വരും. പക്ഷെ ആ വരുമാനമൊക്കെ ഉണ്ടായി വരണമെങ്കിൽ 5-10 വർഷം കഴിയില്ലേ. കാരണം പദ്ധതി ആസ് ഇറ്റ് ഈസ് ഉണ്ടാവുന്നത് എന്നുള്ളത് വളരെ ചെറിയൊരു ടാക്സ് പെർസെൻറ്റേജ് വരത്തുള്ളൂ. കാരണം സർവീസ് ടാക്സ് ഒക്കെ വരും, കുറച്ച് വരും. യഥാർത്ഥത്തിൽ അതിൽ നിന്ന് വരേണ്ടത് എന്താ, ഈ ചുറ്റുപാടും കേരളം മുഴുവനും ഈ പോർട്ട് ബേസ്ഡ് ആയിട്ടുള്ളൊരു എക്കണോമി ഡെവലപ്പ് ചെയ്യും. അതിൻ്റെ പ്രൊഡക്ഷൻ, അതുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം എന്നുവെച്ചാൽ ഒരു പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വരുമെന്നുള്ളത് ലോകത്തെ വലിയ പോർട്ടുകൾ നോക്കിയാലേ അറിയുള്ളൂ. അതിൻ്റെ ചുറ്റുപാടും വലിയ വലിയ ടൗൺഷിപ്പുകൾ വരും, ഇൻഡസ്ട്രികൾ വരും, സാധനങ്ങൾ ഇറക്കുമതി ചെയ്തിട്ട്. അതെ, സിറ്റി മാത്രമല്ല, ഇത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും 10-12 മണിക്കൂർ കൊണ്ട് കണ്ടെയ്നർ വിഴിഞ്ഞത്തെത്താം. ഇപ്പോഴാണെങ്കിൽ കൊച്ചിയിൽ നിന്നൊരു കണ്ടെയ്നർ കയറ്റി അയച്ചാൽ അത് സിംഗപ്പൂരിലോ ദുബായിലോ പോയി വേറൊരു കപ്പലെ കയറണം. ബോംബെയിൽ നിന്നും പൂനെയിൽ നിന്നും ഒക്കെ കയറ്റി വയ്ക്കുന്ന സാധനങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി റീലോഡ് ചെയ്തിട്ട് വലിയ മദർഷിപ്പിൽ കയറത്തുള്ളൂ. 1 മാസം അല്ലെ 3 ആഴ്ചയൊക്കെ എടുക്കും. ഇത് നമ്മുടെ മറൈൻ ഉൽപ്പന്നങ്ങളായാലും അഗ്രികൾച്ചറൽ ഉൽപ്പന്നങ്ങളായാലും ഇനി പുതുതായി സ്ഥാപിക്കപ്പെടാവുന്ന വ്യവസായങ്ങളുടെ ഉൽപ്പന്നങ്ങളായാലും എല്ലാം കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നായാലും എടുത്തു. കേരളമായാലും അങ്ങപ്പുറത്ത് തമിഴ്നാടിൻ്റെ സൈഡായാലും എവിടുന്നായാലും കേരളത്തെ സംബന്ധിച്ച് 10-12 മണിക്കൂർ നാഷണൽ ഹൈവേ, പുതിയ റോഡ്, മലയോര ഹൈവേ എല്ലാം ഓടി വന്നാൽ നേരെ കണ്ടെയ്നർ കയറാം. ഒരു 2-3 ആഴ്ചയെങ്കിലും 2 ആഴ്ചയെങ്കിലും ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റിൽ വിഴിഞ്ഞം വന്നതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ലാഭമുണ്ട്. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾക്ക് അതിനേക്കാൾ ലാഭമുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ദീർഘഭാവിക്ക് ഏറ്റവും നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കാസർഗോഡ് വരെയും വ്യത്യസ്തമായ പല സ്ഥാപനങ്ങളും വരാൻ ഈ വിഴിഞ്ഞം കാരണമാകും. വിഴിഞ്ഞം ട്രിവാൻഡ്രവും ചുറ്റുപാടുമുള്ള ഒരു വലിയ ഡെവലപ്മെൻ്റ് ആയിരിക്കും. തിരുവനന്തപുരവും കൊല്ലവും പിന്നെ പത്തനംതിട്ടയുടെ ഈ ഭാഗവും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ആലപ്പുഴയുടെ ഭാഗമായിരിക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് മുഴുവൻ ഒരു വലിയ പിന്നെ ഡെവലപ്മെൻറ്റ് സോണായി മാറും. പക്ഷെ അവിടെ മാത്രമല്ല, കേരളം മുഴുവൻ ഇപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് പല പ്രൊഡക്ഷൻ സെൻറ്ററും തുടങ്ങിയിട്ടുണ്ട്.